Good morning, dear students. Chapter 6 Trial Balance and Rectification of Errors. പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2019 മാർച്ചിൽ വന്ന ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. The statement prepared to test arithmetical accuracy of the books of accounts are ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജേണൽ. അരിത്തമെറ്റിക്കൽ ആക്യുറസി നോക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. അടുത്തത് റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. എറേഴ്സ് റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതുക എന്നാണ് അർത്ഥം. അപ്പം ഒന്നാമത്തെ തെറ്റ്, അതായത് അവിടുത്തെ അക്കൗണ്ടൻറ്റ് വരുത്തിയ ഒരു തെറ്റാണ് നിങ്ങളുടെ മുമ്പ് പറയുന്നത്. പർച്ചേസ് ഡേ ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹500. ഓവർകാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അധികം കൂട്ടിപ്പോയി. ശരിക്കും 5000 വരേണ്ടതുള്ളൂ, പക്ഷേ 5500 തെറ്റായിട്ട് വന്നു എന്നർത്ഥം. അപ്പം 500 ഓവർകാസ്റ്റായി എന്ന് പറയുന്നു. അണ്ടർകാസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ കൂട്ടി കുറഞ്ഞു പോകുക. 5000 വരേണ്ടത്, പക്ഷേ 4500 ആണ് എഴുതിയത്. അത് അണ്ടർകാസ്റ്റാണ്. അപ്പം ഓവർകാസ്റ്റ് പർച്ചേസ് ഡേ ബുക്കാണ്. ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റും പരിഹരിക്കുമ്പോൾ ഒരു ഭാഗത്ത് സസ്പെൻസ് അക്കൗണ്ട് വരും. അത് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ എന്നാണ് നോക്കേണ്ടത്. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഡെബിറ്റുള്ള സാധനമാണ്. പർച്ചേസൊക്കെ ഡെബിറ്റാണല്ലോ. എക്സ്പെൻസാണ് പർച്ചേസ്. ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റ്. അപ്പം പർച്ചേസ് ഡേ ബുക്ക് അണ്ടർകാസ്റ്റായി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കുറഞ്ഞു പോയി. ഓവർകാസ്റ്റായി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കൂടിപ്പോയി. ഡെബിറ്റ് കൂടുമ്പോൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്താൽ ആ പ്രശ്നം തീരും. അപ്പോൾ ടു പർച്ചേസ് എന്നാണ് വരിക. അപ്പോൾ ഡെബിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സസ്പെൻസിന് കൊടുക്കുക. സസ്പെൻസ് അക്കൗണ്ട് ടു പർച്ചേസ്. രണ്ടാമത്തത്, സാലറി പെയ്ഡ് ടു കുമാർ ഈസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട് 26,000. സാലറി കൊടുത്തു കുമാറിന്. സാലറി ഒരു സ്റ്റാഫ് ആർക്ക് കൊടുത്താലും ആളിൻ്റെ പേര് എഴുതേണ്ടതില്ല. സാലറി, കൂലി, ഏത് എക്സ്പെൻസ് കൊടുക്കുമ്പോഴും ആ എക്സ്പെൻസാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സാലറി ഡെറ്റർ ടു ക്യാഷാണ് വരേണ്ടത്. പക്ഷേ കുമാർ ഡെറ്റർ ടു ക്യാഷ് എഴുതിപ്പോയി. അപ്പോൾ ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നതിൽ തന്നെ തെറ്റായിട്ട് അയാളെ ഡെബിറ്റ് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓടണം അയാളെ ക്രെഡിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ സാലറി ആണ് വരേണ്ടത്. അപ്പോൾ സാലറിയെ ഡെബിറ്റും ചെയ്യണം. സാലറി ഡെറ്റർ ടു കുമാർ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഗീത 25,800 ഈസ് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ഡേ ബുക്ക്. ഡേ ബുക്കിൽ എഴുതാൻ വിട്ടുപോയി. ഗീതയോട് വാങ്ങിയതാണ്. അപ്പം ഒരു പർച്ചേസ് നടത്തി അത് ബുക്കിൽ എഴുതാൻ വിട്ടുപോയി എന്ന് ചുരുക്കി പറഞ്ഞാൽ പർച്ചേസിൻ്റെ എൻട്രി എഴുതിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ പർച്ചേസിൻ്റെ എൻട്രി എന്താണോ അതങ്ങ് എഴുതിയാൽ മതി. കടമായിട്ട് വാങ്ങി, ആളുടെ പേര് പറഞ്ഞ പർച്ചേസാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗീത. സെയിൽ ഓഫ് ഫർണിച്ചർ 4000 പോസ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഫർണിച്ചർ വാങ്ങിയാൽ അത് സെയിൽ ഓഫ് ഫർണിച്ചർ വിറ്റു, അത് സെയിൽസിൽ എഴുതിപ്പോയി. ഒരു അസറ്റ് വിൽക്കുമ്പം സെയിൽസ് അല്ല. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എന്നാണ് വരേണ്ടത്. പക്ഷേ വന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ആ ക്രെഡിറ്റ് സെയിൽസ് തെറ്റായി വന്നു. ആ സെയിൽസിനെ ഒഴിവാക്കാൻ അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് ഫർണിച്ചർ. ഇതാണ് അതിൻ്റെ കറക്ഷൻ എൻട്രി. 2018 മാർച്ചിൽ വന്ന ക്വസ്റ്റ്യനാണ്. റെൻറ്റ് 4500 എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ₹400. ഇത് ഏത് ടൈപ്പുള്ള എററാണെന്നാണ്. 4500 കൊടുത്തത്,
പക്ഷേ ക്യാഷ് ബുക്ക് വന്നത് 400. അത് ഒരു എറർ ഓഫ് കമ്മീഷനാണ്. എറർ ഓഫ് കമ്മീഷൻ, വന്നു ചേർന്ന തെറ്റ് എന്നാണ് അർത്ഥം. വിട്ടുപോയതോ നിയമത്തിൻ്റെ പ്രശ്നമല്ല, പരിഹരിക്കപ്പെടുന്ന തെറ്റുമല്ല, പിന്നെ എറർ ഓഫ് കമ്മീഷനാണ്. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. സോൾഡ് ഗുഡ്സ് 7,000 to സംഘി ആൻഡ് കമ്പനി, എൻറ്റേർഡ് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. ഇതൊരു കടുപ്പുള്ള ക്വസ്റ്റ്യനാണ്. 2 ക്രെഡിറ്റ് വരും ഇത് പരിഹരിക്കണമെങ്കിൽ. അങ്ങനെയുള്ള ഇതിൽ തെറ്റുണ്ട്. കാരണം സാധനം വിറ്റത് സാധനം വാങ്ങിയെന്ന് എഴുതുമ്പോൾ, വാങ്ങി എന്ന് എഴുതിയതും ക്യാൻസൽ ചെയ്യുകയും വേണം, പുതിയ വിൽപ്പന വരുത്തുകയും വേണം. ഇപ്പം 2 ക്രെഡിറ്റ് വരും. അപ്പം എങ്ങനെയാണ് വരിക? ആദ്യം സാധനം വിറ്റു എന്നുള്ളതിൻ്റെ കറക്റ്റ് എൻട്രി സംഘി ഡെറ്റർ ടു സെയിൽസ്, അതൊരു ട്രൈ ചെയ്താൽ നിങ്ങൾ 2 ഐറ്റം എഴുതിയാൽ മതി, എന്നാലും ഉത്തരം ശരിയാവും. ഇത് 2 ക്രെഡിറ്റ് എഴുതണമെന്നില്ല. സംഘി ഡെറ്റർ ടു സെയിൽസ് 7,000 എഴുതുക. പിന്നെ അതിൻ്റെ അടിയിൽ ഇനി പർച്ചേസിനെ ക്യാൻസൽ ചെയ്യണം. പർച്ചേസിന് ഡെബിറ്റുള്ള സാധനമാണ്, ക്യാൻസൽ ചെയ്യാൻ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സംഘി ഡെറ്റർ ടു പർച്ചേസ്, അങ്ങനെ 2 എൻട്രി ആയിട്ട് എഴുതിയാൽ മതി. സംഘി ഡെറ്റർ ടു സെയിൽസ് 7,000, സംഘി ഡെറ്റർ ടു പർച്ചേസ് 7,000. ഇത് കോമ്പൗണ്ട് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നിച്ചു എഴുതാം, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സംഘി ഡെറ്റർ ടു സെയിൽസ് ടു പർച്ചേസ്, 2 ഉത്തരം ശരിയാണ്. ടു പർച്ചേസിൻ്റെ 7,000 മറ്റേ 7,000ൻ്റെ അടിയിൽ തന്നെയാണ് വരേണ്ടത്. ഇത് സ്റ്റെപ്പായിട്ടാണ് ഇതിൽ വന്നത്, അത് തെറ്റാണ്. 2 7,000 ഒരേ ക്രെഡിറ്റിലാണ് വരിക. പർച്ചേസിൻ്റെ 7,000 കുറച്ച് വലത്തോട്ട് നീങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് 4,000 ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സാലറി കൊടുത്തത് അയാളെ പേഴ്സണൽ അക്കൗണ്ട് എഴുതിയ പോലെ ഇവിടെ റെൻറ്റ് കൊടുത്തത് ലാൻഡ് ലോഡിൽ എഴുതിപ്പോയി. അപ്പം നേരത്തെ സാലറി ഡെറ്റർ എന്നാണല്ലോ എഴുതിയത്, അതുപോലെ ഇവിടെ റെൻറ്റ് ഡെറ്റർ ടു ലാൻഡ് ലോഡ്, അതാണ്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ഇത് തെറ്റുണ്ട് എന്നാണ് അർത്ഥം. അത് ശരിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ പണി. ഇപ്പോൾ തന്ന ട്രയൽ ബാലൻസിൽ 2 ബാലൻസ് തെറ്റാണ്. ടോട്ടൽ 2,53, മറ്റേത് ടോട്ടൽ 4,90,000. ക്യാപിറ്റൽ ഡെബിറ്റിൽ തെറ്റായി തന്നിട്ടുണ്ട്, അത് ക്രെഡിറ്റിലാണ് വരേണ്ടത്, 2,00,000. പർച്ചേസ് ഡെബിറ്റ് കറക്റ്റാണ്. സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് ക്രെഡിറ്റും സെയിൽസ് റിട്ടേൺ ഡെബിറ്റാണ് വരേണ്ടത്, ഇവിടെ ക്രെഡിറ്റാണ് തന്നത്, തെറ്റാണ്. സെയിൽസ് ക്രെഡിറ്റ് കറക്റ്റാണ്. പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് ഡെബിറ്റാണ്, പക്ഷേ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റിലാണ് വരേണ്ടത്, 3,000. മെഷീനറി അസറ്റാണ്, ഡെബിറ്റിലാണ് വരിക. ബിൽഡിംഗ് അസറ്റാണ്, ഡെബിറ്റിലാണ് വരിക. ക്യാഷ് അസറ്റാണ്, ഡെബിറ്റിലാണ് വരിക. ഇങ്ങനെ മാറ്റി എഴുതിയാൽ ഇങ്ങനെ കിട്ടും. 2 സൈഡും തുല്യമായ ട്രയൽ ബാലൻസ് കിട്ടും. ഇങ്ങനെ മാറ്റി എഴുതി കൊടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. രാമു, ഹെൽപ്പ് രാമു, എ ഫ്രണ്ട് ഓഫ് യു, പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ഈ ഐറ്റം വെച്ചിട്ട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യനും കിട്ടാറുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ പൊതു നിയമം ഇതാണ്. അസറ്റാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും, എക്സ്പെൻസ് മുഴുവൻ ഡെബിറ്റ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ഡെബിറ്റിൽ വരിക. ലാബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റാണ് വരിക, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റാണ് വരിക. ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡ് വന്നാൽ ക്രെഡിറ്റാണ്. അതേപോലെ തന്നെ ക്യാപിറ്റലും ക്രെഡിറ്റാണ്. ഈ 5 നിയമം വെച്ചുണ്ടാക്കിയാൽ മതി. ഇപ്പം ലോൺ ഗിവൺ ടു മോഹൻ, ലോൺ ഗിവൺ ടു മോഹനാണ്. ലോൺ കൊടുത്തു മോഹൻ. ലോൺ ഒരാൾക്ക് കൊടുത്താൽ ആ ലോൺ ഗിവൺ ടു മോഹൻ എന്നുള്ളത് നമ്മുടെ അസറ്റാണ്, ഡെബിറ്റിലാണ് വരിക. ബിൽ റിസീവബിൾ അസറ്റാണ്. സെയിൽസ് ക്രെഡിറ്റാണ് വരിക, ഇൻകമാണ്, ക്രെഡിറ്റാണ്. പ്രിലിമിനറി എക്സ്പെൻസൊക്കെ ഡെബിറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രോയിങ്സ് ഡെബിറ്റാണ്. ക്യാപിറ്റൽ ക്രെഡിറ്റും ഡ്രോയിങ്സ് ഡെബിറ്റുമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റാണ്. അഡ്വാൻസ് ഫ്രം രാജാസ് നിന്ന് അഡ്വാൻസ് കിട്ടിയതാണ്, ലോൺ കിട്ടിയതാണ്, അത് ക്രെഡിറ്റാണ് വരിക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിന് കൊടുക്കാനുള്ള ക്രെഡിറ്റാണ്. ബിൽഡിങ്സ് ഡെബിറ്റാണ്. 3,50,000 കറക്റ്റായിട്ട് കിട്ടും. ലോൺ ഞാൻ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക കേട്ടോ, പോസ് ചെയ്ത് നോക്കിയാൽ മതി. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. നേരത്തെ പറഞ്ഞ റെക്ടിഫിക്കേഷനാണ്. ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ 1,200 വേർ
നോട്ട് റെക്കോർഡഡ്, വിട്ടുപോയി. നോട്ട് റെക്കോർഡ് കണ്ടാൽ അതിൻ്റെ പുതിയ എൻട്രി അങ്ങ് എഴുതിയാൽ മതി. മോഹന് ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയ എന്താ എൻട്രി? മോഹൻ ഡെറ്റർ ടു സെയിൽസ്, നോ ഡൗട്ട്. മോഹൻ ഡെറ്റർ ടു സെയിൽസ് ആണ് വരിക. അടുത്തത് റെൻറ്റ് പെയ്ഡ് 6,000 വാസ് പോസ്റ്റഡ് ടു രാമു പേഴ്സണൽ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞു റെൻറ്റ് കൊടുത്ത് പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ ആ എക്സ്പെൻസിന് എഴുതുക റെൻറ്റ് ഡെറ്റർ ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് അല്ലെ രാമു അക്കൗണ്ട്. ക്യാഷ് സെയിൽസ് 2,000 വേർ പോസ്റ്റഡ് എസ് 200. ക്യാഷ് സെയിൽസ് ആണ്, വിൽപ്പന നടന്നു 2000-ന്, വേർ പോസ്റ്റഡ് എസ് ₹200. പക്ഷേ പോസ്റ്റ് ചെയ്തത് 200 അപ്പം പോസ്റ്റിങ്ങിലുള്ള മിസ്റ്റേക്കാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, 1800 കൂടി ആ അക്കൗണ്ടിൽ എവിടെയാണോ നമ്മൾ 200 പോസ്റ്റ് ചെയ്തത് അവിടെ 1800 കൂടി വരുത്തിയാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു എന്ന ക്യാഷ് സെയിൽസ് ആകുമ്പം സെയിൽസ് ആണല്ലോ വരിക. സെയിൽസിലാണ് പോസ്റ്റിംഗ് കുറഞ്ഞു പോയത്. അപ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം ടു സെയിൽസ് ഓൾറെഡി ക്രെഡിറ്റുള്ള സാധനമാണല്ലോ, അതിന് കുറഞ്ഞു പോയല്ലോ. അപ്പോൾ ക്രെഡിറ്റ് ഉണ്ടാക്കണമല്ലോ. 1800 കൂടി ടു സെയിൽസ് വരും. ഡെബിറ്റ് സസ്പെൻസ് 1800 സസ്പെൻസ് കൊടുക്കുക. സസ്പെൻസ് ഡെറ്റർ ടു സെയിൽസ്. ലാസ്റ്റ് സെയിൽസ് ബുക്ക് ഓവർകാസ്റ്റായി. ഓവർകാസ്റ്റിലൊക്കെ ഒരു ഭാഗത്ത് സസ്പെൻസാണ് വരിക. സെയിൽസ് ഓവർകാസ്റ്റ് ആകുക എന്ന് പറയുമ്പോൾ സെയിൽസ് കൂടിപ്പോയി. ഇപ്പോൾ സെയിൽസിനെ കുറയ്ക്കണം. സെയിൽസ് ക്രെഡിറ്റുള്ള സാധനമാണ്, അതിനെ കുറയ്ക്കണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് ഡെറ്റർ ടു സസ്പെൻസ് 3000. പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ്. പർച്ചേസ് കുറഞ്ഞു പോയി. പർച്ചേസ് ഡെബിറ്റുള്ള സാധനം കുറഞ്ഞു പോയതാണ്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം അതിന്. പർച്ചേസ് ഡെറ്റർ ടു സസ്പെൻസ് 4000. പർച്ചേസ് ഡെറ്റർ ടു സസ്പെൻസ് 4000. ഇതാണ് ഇതിൻ്റെ ആൻസർ. Name the statement prepared to locate errors and checking arithmetical accuracy of ledger account. അത് ട്രയൽ ബാലൻസ് ആണ് ഉത്തരം. 2 following errors were found in the books of Emmanuel. Identify type of error and write entry, correction entry. അങ്ങനെ ചിലപ്പോൾ ചോദിക്കൂ ഏത് തരം എററാണ്, ടൈപ്പ് ഓഫ് എറർ. അപ്പം 4 തരം എററാണ് പ്രധാനമായിട്ടുള്ളത്. 1 എറർ ഓഫ് കമ്മീഷൻ, 2 എറർ ഓഫ് ഒമിഷൻ. അത് 2 തരമുണ്ട്. പാർഷ്യൽ ഒമിഷനുണ്ട്, പിന്നെ കംപ്ലീറ്റ് ഒമിഷനുണ്ട്, പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. ഒന്നാമത്തത് വേജ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി 1000 വാസ് പോസ്റ്റഡ് ടു വേജസ് അക്കൗണ്ട്. മെഷീനറി സ്ഥാപിച്ച ചിലവ് മെഷീനറിയുടെ കൂട്ടത്തിലാണ് കൂട്ടേണ്ടത്. അത് ക്യാപിറ്റൽ എക്സ്പെൻസാണ്. ഇത് റവന്യൂ വേജായിട്ട് എഴുതിപ്പോയി. അപ്പോൾ റൂള് തെറ്റിപ്പോയി. എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി കറക്റ്റ് പഠിച്ച് വെക്കുക. വേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം വേജസ് എഴുതിപ്പോവുക, ജേണൽ എൻട്രി. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജ് ആണ്. മെഷീനറി ഡെറ്റർ ടു വേജ് 1000. അടുത്ത ഫർണിച്ചർ പർച്ചേസ് 8,400 wrongly recorded in purchase day book. ഫർണിച്ചർ വാങ്ങി 8,000, പക്ഷേ എഴുതിയത് പർച്ചേസ് ഡേ ബുക്കിൽ. അസറ്റ് വാങ്ങുമ്പോൾ പർച്ചേസ് ഡേ ബുക്കിലല്ല എഴുതുക. അപ്പം എന്ത് ചെയ്യണം, ജേണലാണ് വരിക. അപ്പം പർച്ചേസ് എന്നുള്ളത് തെറ്റാണ്. പർച്ചേസിന് ഒഴിവാക്കണം. അപ്പോൾ എന്താണ് ചെയ്യുക, പർച്ചേസിന് ക്രെഡിറ്റ് വരണം. ടു പർച്ചേസ് എഴുതിയാൽ 8,400 എഴുതിയാൽ പർച്ചേസ് പോയി. പകരം ഫർണിച്ചർ എഴുതുക. ഫർണിച്ചർ ഡെറ്റർ 8,400 ടു പർച്ചേസ്. 2017 വന്ന ക്വസ്റ്റ്യൻ. പർച്ചേസ് ഡേ ബുക്ക് വാസ് അണ്ടർകാസ്റ്റ് 3,000. പർച്ചേസ് ഡേ ബുക്ക് കൂട്ടിയത് കുറഞ്ഞു പോയി. കൂട്ടിയത് കുറയുന്ന പ്രശ്നം, കൂട്ടിയത് കൂടുന്ന പ്രശ്നം, ഒക്കെ സസ്പെൻസാണ് ഒന്ന് വരിക. ഇവിടെ പർച്ചേസ് ഡേ ബുക്ക് കൂട്ടി കുറഞ്ഞു പോയാൽ പർച്ചേസ് ഡേ ബുക്കിന് ഉണ്ടാക്കണം, പർച്ചേസ് ഉണ്ടാക്കണം, കുറഞ്ഞല്ലോ. അപ്പം പർച്ചേസ് ഡെറ്റർ ടു സസ്പെൻസ്. വേജസ് 500 ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് മെഷീനറി ഹാസ് ബീൻ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. നേരത്തെ പ്രശ്നം തന്നെ. മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തില്ലേ, മെഷീനറിയുടെ ഒരു ബന്ധപ്പെട്ട ചിലവാണ്. മെഷീനറി വാങ്ങുമ്പോൾ ബന്ധപ്പെട്ട ചിലവാണ്. അത് മെഷീനറിയിലാണ് വരേണ്ടത്.
ജേണൽ എൻട്രി മെഷീനറി ഡെറ്റർ ടു വേജസ് 500. ഐഡൻറ്റിഫൈ ടൈപ്പ് ഓഫ് എറർ. അതിൻ്റെ ടൈപ്പ് ഓഫ് എറർ ഒന്നാമത്തത് അണ്ടർകാസ്റ്റ് എന്ന് പറയുമ്പോൾ എറർ ഓഫ് കമ്മീഷൻ, ഈ രണ്ടാമത്തത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. പാസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ബിസിനസ്. നെയിം എനി 2 types of errors which cannot disclosed through the statement. നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട് എറേഴ്സ് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസും എറേഴ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസും. 2 തരം എറർ നമ്മൾ പറയണം. എന്ത് തരം? വിച്ച് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയാലും കിട്ടാത്ത എറേഴ്സ്. അത് ഒന്നാണ് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. പൂർണ്ണമായിട്ട് ഒരു ട്രാൻസാക്ഷൻ വിട്ടുപോയാൽ ട്രയൽ ബാലൻസ് നല്ല എന്തുണ്ടാക്കിയാലും അത് കണ്ടുപിടിക്കാനാവില്ല. എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. രണ്ടാമത്തെ എറർ ഓഫ് പ്രിൻസിപ്പിൾ തെറ്റിപ്പോയാൽ നമുക്ക് ട്രയൽ ബാലൻസിൽ കിട്ടില്ല. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹5,000 വാസ് പോസ്റ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഓഫീസിലേക്ക് ഫർണിച്ചർ വാങ്ങിയാണ് നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിൽ എഴുതിപ്പോയി. തെറ്റായിട്ട് പർച്ചേസ് വന്നു. പർച്ചേസിനെ ഒഴിവാക്കണം. അപ്പോൾ ടു പർച്ചേസ്, ഡെബിറ്റുള്ള പർച്ചേസിനെ ഒഴിവാക്കാൻ ടു പർച്ചേസ്. ഓഫീസ് ഫർണിച്ചർ ഡെറ്റർ 5,000 ടു പർച്ചേസ്. 2 ക്യാഷ് സെയിൽസ് 2,000 വാസ് പോസ്റ്റഡ് ആസ് 200. ക്യാഷ് സെയിൽസ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ 2,000 200 എഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് കുറഞ്ഞു പോയി. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രെഡിറ്റ് ഉള്ള സാധനമാണ്. അത് കുറഞ്ഞു പോയാൽ ആ ക്രെഡിറ്റ് വരണം. ടു സെയിൽസ് 1,800 വരണം. ഡെബിറ്റ് സസ്പെൻസ്. ഒന്നാമത് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ് 1,000 വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഗുഡ്സ് എടുത്താണ് മുതലാളി 1,000 രൂപയ്ക്ക്. അത് എൻട്രി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറി എഴുതിയാൽ മതി. ഗുഡ്സ് എടുക്കുമ്പോൾ എന്താണ് ജനറി? ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ. ജനറി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് 1,000. ഇതാണ് അതിൻ്റെ ആൻസർ. ഒന്ന് പോസ് ചെയ്ത് കറക്റ്റ് നോക്കുക കേട്ടോ. 2016 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ അരിത്മെറ്റിക്കൽ ആക്യുറസി. ട്രയൽ ബാലൻസാണ്. അത് പല ചോയ്സ് ഉണ്ട്. അതിൽ ട്രയൽ ബാലൻസാണ് ആൻസർ. 12 യു ആർ റിക്വയർഡ് ടു പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. അതിൻ്റെ കൂടെ ചോദ്യമുണ്ട് എഗ്രിമെൻ്റ് ഓഫ് ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നത് എഫക്റ്റ് ട്രയൽ ബാലൻസ് ഏതൊക്കെയാണ്. ആദ്യം നമുക്ക് ജനറി നോക്കാം. ഒന്നാമത്തേത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ. നരേഷൻ നോക്കിയിട്ട് വേണം എഴുതിയ തെറ്റാണോ ശരിയാണെന്ന് വിലയിരുത്താൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ. കടമായിട്ട് വാങ്ങിയതിനാണ് അക്കൗണ്ടൻ്റ് ഈ ജേണൽ എഴുതിയത്. അപ്പോൾ തെറ്റാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് നരേഷൻ എഴുതിയത്. നരേഷൻ നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. അത് ചോദ്യത്തിലുണ്ട് ബേസ്ഡ് ഓൺ നരേഷൻ. അപ്പം പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ ജനറി എന്താണ് വരിക? ഈ എൻട്രിയാണ് എഴുതിയത്. ഇനി ശരിയാക്കണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ എന്ന് വരും. അതേപോലെ ഇത് ഒഴിവാക്കണം. അപ്പം ഇത് എന്ത് ചെയ്യണം? ഇതിൻ്റെ റിവേഴ്സ് എൻട്രി എഴുതുകയും വേണം. അപ്പം എങ്ങനെയാണ്? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ ഒഴിവാക്കണമെങ്കിൽ രാജൻ ഡെറ്റർ ടു സെയിൽസ്. അപ്പം മൊത്തത്തിൽ ജേണറി ഇങ്ങനെ വരും. 2 ജേണറി ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. കൺഫ്യൂഷൻ കുറയുക. ഒന്ന് പർച്ചേസിൻ്റെ ഒരു ജേണറി എഴുതുക. രാജനോട് കടമായിട്ട് പോകുമ്പോൾ പർച്ചേസ് ഡെറ്റർ ടു രാജൻ. ഇനി സെയിൽസ് ടു രാജൻ എഴുതിപ്പോയത് ആ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി അതിനെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ രാജൻ ഡെറ്റർ ടു സെയിൽസ്. അങ്ങനെയാണ് എൻട്രി വരിക. ഇനി അടുത്തത് സാലറി ഡെറ്റർ ടു ക്യാഷ്. സാലറി പെയ്ഡ് 3,300. അതിന് എമൗണ്ടിലാണ് ഇവിടെ പ്രശ്നം. സാലറി 4,300 കൊടുത്തു, പക്ഷേ നരേഷനിൽ 3,300ആണ്. അപ്പോൾ സാലറി ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളത് കുറയ്ക്കണം. അപ്പോൾ സാലറി 4,300 ടു ക്യാഷ് എന്നുള്ള എൻട്രി സാലറി ഡെറ്റർ ക്യാഷ് ഡെറ്റർ
ടു സാലറി എന്നാക്കിയിട്ട് 1000 എഴുതുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ആസ്പെക്റ്റ് വന്നു. ഇതിപ്പോൾ കൂടിപ്പോയതാണ്. പോസ്റ്റിംഗ് സമയത്ത് രണ്ട് ഭാഗത്തും ബാധിക്കുന്ന പ്രശ്നമാണ്. ക്യാഷിലും വരും, സാലറിയിലും വരും. അതുകൊണ്ട് രണ്ട് സൈഡിലും കുറയണമെങ്കിൽ ഒരു ഭാഗത്ത് ബാധിച്ചാൽ സസ്പെൻസ് വെച്ചാണ് ചെയ്യുക. ഇത് രണ്ട് ഭാഗത്തും ബാധിച്ചുകൊണ്ട് അതേ എൻട്രി റിവേഴ്സ് ചെയ്യാൻ ജനറൽ എഴുതണം. ക്യാഷ് ഡെറ്റർ ടു സാലറി. സഞ്ജയ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സഞ്ജയ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആകുമ്പം പെയ്ഡ് ടു സഞ്ജീവാണ്. സഞ്ജീവിനാണ് കടമായിട്ട് സഞ്ജീവിന് കൊടുത്താണ്. അത് സഞ്ജയ് എന്ന് എഴുതിപ്പോയി. അപ്പോൾ സഞ്ജീവിന് കൊടുക്കുമ്പോഴുള്ള ജനറൽ പുതുതായിട്ട് നമ്മൾ എഴുതണം. സഞ്ജീവ് ഡെറ്റർ ടു ക്യാഷ് ആണ് വരേണ്ടത്. സഞ്ജീവ് ഡെറ്റർ ടു ക്യാഷ് 5000 എഴുതുക. ഇനി എഴുതിയ സഞ്ജയ് ഡെറ്റർ ടു ക്യാഷിനെ റിവേഴ്സ് ചെയ്യണം. സഞ്ജയ് ഡെറ്റർ ടു ക്യാഷിനെ റിവേഴ്സ് ചെയ്യാൻ സഞ്ജയെ ക്യാഷ് ഡെറ്റർ ടു സഞ്ജയ് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ. ഇതിൻ്റെ നമ്മൾ നേരത്തെ ഇത് സിംഗിൾ എൻട്രി ആയിട്ട് നെറ്റായിട്ട് എഴുതിയതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ 2 എൻട്രി ആയിട്ട് എഴുതുമ്പോൾ 2 ആയിട്ട് കിടക്കും. ഇത് 2 എൻട്രിയിൽ രാജൻ അവിടുന്ന് പർച്ചേസും സെയിൽസും നടത്തിയതാരായിരുന്നു? രാജൻ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നു. അതങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. അതുകൊണ്ടാണ് നെറ്റ് പർച്ചേസ് ഡെറ്റർ ടു സെയിൽസ് എഴുതുന്നത്. അന്നേരവും അക്കൗണ്ട് കറക്റ്റ് ആവും. ക്യാഷ് അക്കൗണ്ട് മറ്റേത് ഇത് മൂന്നാമത്തേതിൽ ഞാൻ 2 എൻട്രി ആയിട്ടാണ് പറഞ്ഞത്. അത് ക്യാഷ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നു. അത് ഓട്ടോമാറ്റിക്കലി കോഴ്സ് ആകുമ്പോൾ നെറ്റ് എൻട്രി വരിക സഞ്ജീവ് ഡെറ്റർ ടു സഞ്ജയ്. 2 ആയിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഉത്തരം ശരിയായിരിക്കും, മാർക്കും കിട്ടും. 2 എൻട്രി ആയിട്ട് മറ്റേത് എഴുതാം. (2015) മാർച്ച് വന്ന ക്വസ്റ്റ്യനാണ്. നേരത്തെ നമ്മൾ എഴുതിയ അതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ്. എറേഴ്സ് ഒന്ന് നോക്കുക. സെയിൽസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ 300. ഓവർകാസ്റ്റാണ്, സെയിൽസ് കൂടിപ്പോയി. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റുള്ള സാധനമാണ്, കൂടിപ്പോയതിനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ഡെറ്റർ ടു സസ്പെൻസ്. രണ്ടാമത്തത് സാലറി 1500 വാസ് റോങ്ലി ഡെബിറ്റഡ് ടു വേജ് അക്കൗണ്ട്. സാലറി കൊടുത്ത് പക്ഷേ വേജിലാണ് എഴുതിയത്. അപ്പം തെറ്റാണ്. അപ്പോൾ സാലറിയാണ് വരേണ്ടത്. സാലറി ഡെറ്റർ ടു വേജ് 1500. ഗുഡ്സ് സോൾഡ് ടു കവിത വർത്ത് 2000 വാസ് കംപ്ലീറ്റ്ലി ഒമിറ്റഡ്. ഒരു കവിതയ്ക്ക് ക്രെഡിറ്റായിട്ട് വിറ്റതാണ്, കംപ്ലീറ്റ്ലി വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ പുതിയ എൻട്രി അങ്ങ് എഴുതിയാൽ മതി. കവിത ഡെറ്റർ ടു സെയിൽസ് 2000. റെൻറ്റ് amounting to ₹1200 was received but debited to rent account as ₹120. റെൻ്റ് അക്കൗണ്ടിൽ മാത്രം വന്ന പ്രശ്നമാണ്. അപ്പോൾ റെൻറ്റിന് 120 വന്നിട്ടുള്ളൂ. അപ്പോൾ റെൻറ്റിൽ ബാക്കി കൂടി വരണം. റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ 120 കഴിച്ച് 1050 കൂടി വരണം. റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രി ഐഡൻറ്റിഫൈ കോമ്പൻസേറ്റിംഗ് എറർ ഫ്രം ദ എബോവ്. ഇതിൽ കോമ്പൻസേറ്റിംഗ് എറർ ഏതാണെന്ന്, ഒരു ഭാഗത്ത് വന്ന് മറ്റേ ഭാഗം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത കോമ്പൻസേറ്റ് എറർ ഇതിലില്ല. വിട്ടുപോയത് കോമ്പൻസേറ്റിംഗ് എററില്ല. അപ്പോൾ അതാണ് സാധനം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്, സാലറി ഡെറ്റർ ടു വേജ്, കവിത ഡെറ്റർ ടു സെയിൽസ് പുതിയ വന്നു, സസ്പെൻസ് ഡെറ്റർ ടു റെൻറ്റ്. എന്താ തെറ്റാണല്ലോ, ഡി ഇതിൽ കൊടുത്ത് തെറ്റാണ്. റെൻറ്റ് റിസീവ്ഡ് ആണല്ലേ, സോറി, റെൻറ്റ് റിസീവ്ഡ് ആണ്. റെൻറ്റ് പെയ്ഡ് പോലെയാണ് ഞാൻ പറഞ്ഞത്. റെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ സസ്പെൻസ് ഡെറ്റർ ടു റെൻറ്റ്. ഞാൻ പറഞ്ഞത് റെൻറ്റ് ഡെറ്റർ ടു സസ്പെൻസ് ആണ്, കൊടുത്തുള്ള രീതിയിലാണ്. റിസീവ്ഡ് ആകുമ്പോൾ നേരെ തിരിയും. ഓക്കെ. നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണ് എഫക്റ്റ്? ഇതിൽ ബി ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് എഫക്റ്റ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നത് ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ, കടമായിട്ട് വാങ്ങി, സെയിൽസ് ടു രാജൻ എഴുതി. ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. സംഖ്യയൊക്കെ കറക്റ്റാണ്. അവിടെ സംഖ്യ കറക്റ്റാണല്ലോ. ഡെബിറ്റും ക്രെഡിറ്റും ഓരോന്നുണ്ടല്ലോ. സാലറി ഡെറ്റർ ടു ക്യാഷ്, അത് ബാധിക്കുകയില്ല, ട്രയൽ ബാലൻസിന് ബാധിക്കില്ല. സാലറി
5-ന് അഡ്വാൻസ്. ഇതൊന്നും അഡ്വാൻസിനെ ബാധിക്കില്ല കേട്ടോ. എൻ്റെ ആൻസർ ബിയുടെ ആൻസർ, ബി ആൻസർ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ. $2015 ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പാസ്ബുക്ക് 12,000 വാസ് ഫൗണ്ട് റെക്കോർഡ് 1200 ഓൺ ദ ക്യാഷ് ബുക്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്താണ് പാസ്ബുക്ക് 12,000 ക്രെഡിറ്റാണ്, നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് അല്ലേ ബാങ്കിൽ നിന്ന്. പക്ഷേ 1200 ക്രെഡിറ്റ് വന്നത്. ദിസ് എറർ കോസ് ഡിക്ലൈൻ ഇൻ ക്യാഷ് ബുക്ക് ബൈ റുപ്പീസ്. അതുകൊണ്ട് ക്യാഷ് ബുക്ക് എത്ര കുറയുമെന്നാണ് ചോദ്യം. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കുറയുമെന്ന്. അപ്പോൾ 12,000 നിന്ന് 1200 കുറയ്ക്കുക. ബാക്കി എത്ര? 10,700 ആൻസർ. ജേണറി തന്നിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ. നരേഷൻ എഴുതണം. എ ഫ്യൂ ജേണൽ ആർ ഗിവൺ ബിലോ വിത്ത് നരേഷൻ. നരേഷൻ സഹിതം തന്നു. ചോദ്യം എന്താണ്? പാസ് റെക്ടിഫിക്കേഷൻ ഇഫ് എൻട്രീസ് ആർ നോട്ട് കറക്റ്റ്. എൻട്രീസ് തെറ്റാണെങ്കിൽ നേരത്തെ പോലെ റെക്ടിഫിക്കേഷൻ പാസ്സാക്കണം. സാലറി ഡെറ്റർ ടു ക്യാഷ്, സാലറി പെയ്ഡ്, അത് കറക്റ്റാണ്, ആവശ്യമില്ല. ചോദ്യം കറക്റ്റാണ്, ഉത്തരവും കറക്റ്റാണ്. അതിനകത്ത് വേജസ് ഡെറ്റർ ടു ക്യാഷ്, പെയ്ഡ് ഇൻസ്റ്റലേഷൻ ചാർജ്, അത് തെറ്റാണ്. ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുന്ന ചിലവിന് ഏതെങ്കിലും ഒരു അസറ്റായിരിക്കുമല്ലോ സ്ഥാപിക്കുക, അതിന് വേജസ് നല്ല ഏതുണ്ട്. അസറ്റ് ഡെറ്റർ ടു ഇതിൻ്റെ പാസിങ് എൻട്രി, കറക്റ്റ് എൻട്രി അസറ്റ് നരേഷൻ. ഏതാ ശരി? നരേഷനാണ്. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രി. ഇത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നരേഷൻ നോക്കണ്ട, ജേണറി തെറ്റാണ്. അപ്പം മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എഴുതേണ്ട ജേണറി പ്ലാന്റ് അല്ലേ, പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എഴുതേണ്ട ജേണറി പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷാണ്. ഇപ്പോൾ കറക്റ്റ് എൻട്രി പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷാണ്. ഇത് എഴുതിയ സമയത്താണ് നമ്മൾ കറക്റ്റ് എഴുതിയെന്ന് വെച്ചാൽ ഈ എൻട്രി ഒഴിവാക്കുകയും വേണം. അന്നേരം പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് ആയിട്ട് വരും. ഇൻഷുറൻസ് ഡെറ്റർ ടു ക്യാഷ്, പ്രീമിയം പെയ്ഡ് ഫോർ പ്രൊപ്രൈറ്റർ സൺ. പ്രൊപ്രൈറ്ററുടെ മകന് വേണ്ടിയാണ് പ്രീമിയം കൊടുത്തത്, അപ്പോൾ അത് ഇൻഷുറൻസ് അല്ല, ഡ്രോയിങ്സ് ആണ് വരിക. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷാണ് വരിക. അപ്പോൾ ഇൻഷുറൻസ് എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ് ഡെറ്റർ ടു ഇൻഷുറൻസ് ആക്കിയിട്ട് മാറ്റിയതാണ്. എയും ബിയിലും ഏത് തരം എററാണെന്ന് ചോദ്യം 2. എയും ബിയിലും എ സാലറി കൊടുത്തു, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സാലറി പെയ്ഡ്, സാലറി ഡെറ്റർ ടു ക്യാഷ് 1200 സാലറി കൊടുത്തു, കറക്റ്റാണല്ലോ. എ തെറ്റില്ല. എന്തും പ്രിൻറ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? എ കറക്റ്റാണ്, ഇതിൽ എററൊന്നുമില്ല. ചിലപ്പം സാലറി കൊടുത്തെന്നുള്ള വേജ് കൊടുത്തെന്നായിരിക്കും അടിയിൽ നരേഷൻ. ചോദ്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. സാലറി ഡെറ്റർ ടു ക്യാഷ് എന്നാൽ സാലറി പെയ്ഡ്. ബിയിലോ? ബി എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഐഡൻറ്റിഫൈ, രണ്ടാമത്തെ എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഇവിടുത്തെ ആൻസർ നോക്കാം. നോ മിസ്റ്റേക്ക്, നോ മിസ്റ്റേക്ക് ഇൻ എൻട്രി, അതാണ് കറക്റ്റ്. നോ മിസ്റ്റേക്കാണ്. രണ്ടാമത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. 2014 ഫർണിച്ചർ ബോട്ട് ഓൺ ക്രെഡിറ്റ് വാസ് റോങ്ലി റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതെറാണ്? ഫർണിച്ചർ കടമായിട്ട് വാങ്ങിയാൽ ക്യാഷ് ബുക്കിൽ എഴുതാൻ പാടില്ല അല്ലേ? ഫർണിച്ചർ കടമായിട്ട് വാങ്ങിയാൽ വേറെ ബുക്കാണ്, ജേണലാണ്. അപ്പം കമ്മീഷൻ, എറർ ഓഫ് കമ്മീഷൻ. റെക്ടിഫൈ ട്രാൻസാക്ഷൻ, റെക്ടിഫിക്കേഷൻ എൻട്രിയാണ്. സാലറി 900 കൊടുത്തു, പക്ഷേ 90 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സാലറി ബാക്കി അങ്ങ് എഴുതിയാൽ മതി. സാലറി ഡെറ്റർ ടു ക്യാഷ് 810 എഴുതണം. ഫർണിച്ചർ വാങ്ങിയ ക്രെഡിറ്റ് വാസ് റെക്കോർഡ് ടു ക്യാഷ് ബൈ മിസ്റ്റേക്ക്. കടമായിട്ട് വാങ്ങിയതാണ്, അപ്പം ക്യാഷ് ബൈ മിസ്റ്റേക്ക് ആയിപ്പോയി, ക്യാഷിലൂടെ എഴുതിപ്പോയി, ടു ക്യാഷ് എഴുതിപ്പോയി. ഫർണിച്ചർ ഡെറ്റർ ടു ക്യാഷ് എഴുതിപ്പോയി. ഫർണിച്ചർ ഡെറ്റർ ടു ക്രെഡിറ്ററാണ് വരേണ്ടത്. അപ്പം ക്യാഷ് ടു ക്യാഷിൽ മാറ്റണം. ക്യാഷ് ഡെറ്റർ ടു ക്രെഡിറ്റർ എഴുതിയാൽ മതി. ടു ക്യാഷ് വന്നു പോയല്ലോ തെറ്റായിട്ട്. ആ ടു ക്യാഷ് എന്നാൽ ക്രെഡിറ്റ് ക്യാഷ് വന്നു, അത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റർ വരികയും വേണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. വേജസ് പെയ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ കാർ പോർച്ച് വർ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്.
കാറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ് കാർ പർച്ചേസ്. അപ്പോൾ അത് കാറിൽ വരണം. കാർ ഡെറ്റർ ടു വേജ് എന്നാണ് ജനറൽ വരിക. കാർ അക്കൗണ്ട് ഡെറ്റർ ടു വേജ്. പർച്ചേസ് ബുക്ക് വാസ് കാസ്റ്റഡ് ഷോർട്ട്, അണ്ടർ കാസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സസ്പെൻസ് വരും. പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് കൂട്ടി കുറഞ്ഞു പോയി. അപ്പോൾ പർച്ചേസ് ഇനിയും വരണം, ഡെബിറ്റ് വരണം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 900. Instead of debiting Binoy's account, his account was credited by 500. To rectify this, his account should be debited with അന്നേരം ഇരട്ടി വേണം. ഒരാൾ ഡെബിറ്റ് ചെയ്യേണ്ടടുത്ത് അയാളെ ക്രെഡിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുത്തു എന്നുള്ളതിന് ഒരാൾ തന്നു എന്നായിപ്പോയി. അപ്പോൾ 500 പ്രശ്നം മാത്രമല്ല, 1000 പ്രശ്നമാവും. അതുകൊണ്ടാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. 1000 അവിടുത്തെ പ്രശ്നം. അയാളെ 1000 ഡെബിറ്റ് ചെയ്യണം, നല്ല പ്രശ്നം തീരും. ബൈ ചെക്കിങ് അക്കൗണ്ട്സ് ഓഫ് വർഗീസ് എറേഴ്സ് കണ്ടു. ആ എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ. ചെക്ക് 6000 ഗിവൺ ടു ഷംല, ഡെബിറ്റഡ് റുപ്പീസ് റംലാസ് അക്കൗണ്ട്. റംലയെ ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ റംലയെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ റംലയെ ക്രെഡിറ്റ് ചെയ്യണം, ഷംലയെ ഡെബിറ്റ് ചെയ്യണം. ഷംല ഡെറ്റഡ് ടു റംല. ക്രെഡിറ്റ് സെയിൽസ് 3500 ഷിബുവിന്. ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ഷിബുവിന് വിറ്റത് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടു എന്ന് പറഞ്ഞാൽ ജേണൽ പാർട്ടിൽ നിന്നാണ് വിട്ടത്. അപ്പോൾ പുതിയ എൻട്രി അങ്ങോട്ട് എഴുതിയാൽ മതി. ഷിബു ഡെറ്റഡ് ടു സെയിൽസ്. ഫർണിച്ചർ വാങ്ങി ഡെബിറ്റ് ടു പർച്ചേസിലായിപ്പോയി. ഫർണിച്ചർ വാങ്ങി പർച്ചേസ് ഡേ ബുക്കിൽ എഴുതിപ്പോയാൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, പർച്ചേസിനെ ക്യാൻസൽ ചെയ്യണം. ഇപ്പം ഫർണിച്ചർ ഡെറ്റഡ് ടു പർച്ചേസ്. 8000 റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് മിഷനറി ഹാഡ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. 8000 സെയിൽ ഓഫ് മിഷനറിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന രീതിയിൽ വരുന്ന 8000 ക്രെഡിറ്റഡ് ടു സെയിൽസ് എഴുതിപ്പോയി. ടു സെയിൽസ് എഴുതിപ്പോയി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസിന്. ടു സെയിൽസിന് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റ് സെയിൽസ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി 8000. ഇതൊക്കെയാണ് എറേഴ്സിൽ വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ 21 കൂടി ചർച്ച ചെയ്യാം നമുക്ക്. ഇതിലിനി ഉണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ സ്വഭാവമാണ്. വാട്ട് വിൽ ബി ദ effect on the trial balance if 500 is received as an interest and currently entered in cash book but posted to the debit of interest account? ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് എഴുതിപ്പോയി, ഇൻട്രസ്റ്റ് കിട്ടിയത്. ഇപ്പോൾ 500 പ്രശ്നമാണെങ്കിൽ 1000 പ്രശ്നം വരും. ക്രെഡിറ്റിലേക്ക് 1000 വരണം. അഗ്രിമെൻ്റ് ഓഫ് ട്രയൽ ബാലൻസിന് അത് ബാധിക്കുകയും ചെയ്യും. ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. ചുവടെത്തുന്ന ക്വസ്റ്റ്യനിൽ എററിൻ്റെ ടൈപ്പ് എഴുതിയാൽ മതി, കറക്ഷൻ പറയുന്നില്ല. 5 മാർക്കുണ്ട്. വേജ് മേക്കിംഗ് അഡീഷൻസ് ടു മെഷീനറി 100 ഡെബിറ്റഡ് ടു വേജ് അക്കൗണ്ട്. എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. സെയിൽസ് അക്കൗണ്ട് ഗിവൺ ആസ് എക്സസ് ക്രെഡിറ്റ്. ദാറ്റ് സെയിം റെൻ്റ് അക്കൗണ്ട് വാസ് ടോട്ടലി ഷോർട്ട് ബൈ 1600. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് വന്ന് ഒരു ക്രെഡിറ്റ് വന്ന് വേറൊന്നിന് ഷോർട്ടായിപ്പോയി. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറർ. സെയിൽസ് അധികം ആയിപ്പോയി 1600. അറ്റ് ദ സെയിം ടൈം റെൻ്റ് അക്കൗണ്ടും ടോട്ടൽ ഷോർട്ട് ബൈ 1600. യെസ്. ഓക്കെ. Credit purchase 10,000 from Manju agencies was not recorded at all. Complete omission. Error of omission എഴുതിയാൽ മതി. Credit sales 5,000 was entered in sales book rupees 50,000. Error of commission. Purchase 2,000 from Lexi Trader was not recorded in the purchase day book. Error of omission. Error of omission ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. 22 നമ്മൾ സാധാരണ ചെയ്ത രൂപത്തിലുള്ളതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ഹിൻസ് ഗിവൺ. സെയിൽ ഓഫ് ഫർണിച്ചർ 1000 ഹാഡ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ടൈപ്പ് ഓഫ് എറർ, പിന്നെ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി. ഈ രൂപത്തിൽ എഴുതണം. ബാക്കിയുള്ളത് 1 മോഡൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എററാണെന്ന് എഴുതണം, കറക്ഷൻ എൻട്രി എഴുതണം.
അതാണ് ചോദ്യം. ഇത് ഡിസ്കസ് ചെയ്യാം. എ സെയിൽ ഓഫ് ഗുഡ്സ് ടു രാജ റാം for ₹2000 വാസ് പാസിംഗ് ത്രൂ ദി പർച്ചേസ് ഡേ ബുക്ക് മാറിപ്പോയി, എറർ ഓഫ് കമ്മീഷനാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി പർച്ചേസ് ബുക്കിലൂടെ എഴുതിപ്പോയി വിൽപ്പന. അപ്പം വിൽപ്പന സോൾഡ് ഗുഡ്സ് ടു രാജനാണ്. സോൾഡ് ഗുഡ്സിൻ്റെതിന് രാജ ഡെറ്റർ ടു സെയിൽസ് വരണം. പർച്ചേസ് എഴുതിപ്പോയി മാറ്റാൻ വേണ്ടിയിട്ട് രാജ ഡെറ്റർ ടു പർച്ചേസും വരണം. അപ്പോൾ 2 രാജ വരും. രാജ 5000 വരും. ഇനി സാലറി ₹800 പെയ്ഡ് ടു ഹരി വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പം സാലറി അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ എഴുതിപ്പോയി. എറർ ഓഫ് പ്രിൻസിപ്പലായിട്ടും പറയാം, എറർ ഓഫ് കമ്മീഷനായിട്ടും പറയാം. അപ്പം സാലറി ഡെറ്റർ ടു സസ്പെൻസ്. അല്ല, സാലറി പെയ്ഡ് ₹500 ടു ഹരിക്ക് കൊടുത്താണ് സാലറി. അയാളെ പേഴ്സണൽ ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ. അപ്പോൾ സാലറി ഡെറ്റർ ടു ഹരി വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പം സാലറി ഹരി ഡെറ്റർ സാലറി, ഹരി ഡെറ്റർ ടു ക്യാഷ് എഴുതിപ്പോയി. സാലറിയാണ് വേണ്ടത്, സാലറി ഡെറ്റർ ടു ക്യാഷാണ് വേണ്ടത്. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ സാലറി ഡെറ്റർ ടു ഹരി, എറർ ഓഫ് കമ്മീഷൻ. പർച്ചേസ് ബുക്ക് വാസ് അണ്ടർകാസ്റ്റ് ഓവർകാസ്റ്റ് ഒക്കെ എറർ ഓഫ് കമ്മീഷനാണ്. അവിടെ അണ്ടർകാസ്റ്റ് 200. അപ്പോൾ പർച്ചേസ് കുറഞ്ഞല്ല, പർച്ചേസ് ഡെറ്റർ ടു സസ്പെൻസ് ജനററി. 2000 പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ന്യൂ ഓഫീസ് ഫർണിച്ചർ വാസ് ചാർജ് ടു ഓഫീസ് എക്സ്പെൻസ്. ഫർണിച്ചർ വാങ്ങിയ എക്സ്പെൻസ് ആയിപ്പോയി. കമ്മീഷനായിട്ടും പറയാം, പ്രിൻസിപ്പളായിട്ടും പറയാം. കമ്മീഷനാണ് നല്ലത്, എറർ ഓഫ് കമ്മീഷനാണ്. 2000 ആണ്. അപ്പം ഫർണിച്ചർ ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ് എഴുതി അത് കറക്റ്റ് ചെയ്യാം. വേജസ് പെയ്ഡ് 1000 വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ വേജസ് അക്കൗണ്ട്. വേജസ് കൊടുത്തു 1000, പക്ഷേ അത് വേജിൽ വന്നിട്ടില്ല. അപ്പം വേജിൽ വരണം. വേജസ് ഡെറ്റർ ടു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഏത് ടൈപ്പ് ഓഫ് എററാണ് എന്നുള്ളത് പോസ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഇതേ സ്വഭാവത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരു പുതുമയൊന്നുമില്ല. നമ്മൾ ചർച്ച ചെയ്താണ്, അതുകൊണ്ട് ഞാനത് വിടുകയാണ്. ചെക്ക് ഇതൊക്കെ വന്നതാണ്. ഡെബിറ്റഡ് ടു എംബിനസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, ഈ രൂപത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഈ ഐഡിയയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക, എഴുതിയിട്ട് ആൻസർ നോക്കാതെ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതുക, എന്നിട്ട് അതിന് ശേഷം ആൻസർ നോക്കുക. എന്നിട്ട് എന്താണ് എങ്ങനെ വന്നത് ഈ ആൻസർ നോക്കുക. എന്നിട്ട് എങ്ങനെ വന്നതെന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കുക. ദാറ്റ്സ് ഓൾ.